അല്ല അടാറ് കൊഞ്ച് വെള്ളം കേട്ടോ. ചോറും മോരിയും കൂട്ടി അടിക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്ന് ഒരു രക്ഷയില്ല. പണിയായത് എടുത്തിട്ടുണ്ട്. കുറച്ച് തല്ലി ചതയ്ക്കാനൊക്കെ ഉണ്ട്. ആദ്യം കുറേ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അത് ഇതുപോലെ ഒന്നും അറിയാതെ ചതച്ച് മാറ്റി വെക്കാം. ചതക്കൽ ഇനിയുണ്ട്. എല്ലാം മുഴുവൻ കുരുമുളകും പെരിഞ്ചീരകവും സാധാരണ ജീരകവും ആരും ചെറുതായിട്ടൊന്ന് തട്ടി മാറ്റി വെച്ചേക്കാം. ഈ നല്ല ചുവട് കെട്ടിയുള്ള മൺചട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. വെളിച്ചെണ്ണ ഇടുന്നു, നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് കടുക് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ ചതച്ച കൂട്ടും ചേർത്ത് കുറച്ച് കറിവേപ്പിലയായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് നല്ല മൊരിയിച്ചെടുക്കണം. നമ്മുടെ സ്വർണ്ണ കളർ എങ്ങനെ. അപ്പോൾ ഈ പ്രോസസ്സ് ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് അടുപ്പിച്ചെടുക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞളും ചതച്ച മുളകും അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിരിക്കുന്നത് നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരെ ഇറക്കി വെക്കാം. കൊഞ്ച് നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും. പിന്നെ തുറന്ന് വെച്ചൊരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ റോസ്റ്റ് ആയിട്ട് വരും. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും തക്കാളിയും കറിവേപ്പിലേക്ക് ഇടുക. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് തുടങ്ങുന്ന സ്റ്റേജ് ആയാൽ മതി. ഒരു 2-3 മിനിറ്റ് കൂടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് കൂട്ടി വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ചീരകത്തിന്റെയും പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മറിക്കുക. ചൂടോടെ വിളമ്പുക. ചോറിനും കപ്പയ്ക്കും ചപ്പാത്തി എല്ലാം